നമസ്കാരം. അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ നിന്ന് സംസാരിക്കുന്നത് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ഈ മാസത്തെ പൊതുവായുള്ളൊരു ഫലമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് പുണർദം നക്ഷത്രക്കാരുടെ പറയാം. ആലോചിച്ച് ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും സാധിക്കാൻ, അതായത് നിങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തിയ പല കാര്യങ്ങളും ഈ ഒരു മാസം സാധിക്കുന്നതാണ്. പ്രമുഖരുമായുള്ള പല പരിചയവും കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ, അതായത് നല്ല പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള ഒരു സമ്പർക്കം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. നിങ്ങൾ കരാർ ജോലികളിലും മറ്റും ഏർപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ കരാറൊക്കെ വീണ്ടും അടുത്ത അതായത് മുൻ വർഷങ്ങളിലേക്ക് പുതുക്കി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു വ്യവസ്ഥ, അതായത് പുതുക്കി കിട്ടുന്ന ആ ഒരു വ്യവസ്ഥ കുറച്ച് കഠിനമായി തോന്നുമെങ്കിൽ നിങ്ങൾക്കത് ഗുണം ചെയ്യുന്നതാണ്. സാമ്പത്തികം നല്ല രീതിയിൽ മെച്ചപ്പെടും. ഇലക്ട്രിക് സാധനങ്ങൾ, അതായത് വീട്ടിലേക്ക് കുറച്ച് ഇലക്ട്രിക് സാധനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് പണം നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിനും മറ്റ് അന്യനാട്ടിൽ പോകാനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു അവസരം വന്നു ചേരുന്നതാണ്. ബിസിനസ് ആദ്യമുഖം മന്ദഗതിയിൽ ആയിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മാസം അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുൻപോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂട്ടുകെട്ടിലൊക്കെ അകപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കൂട്ടുകെട്ടിലൊക്കെ അകപ്പെട്ട് അതൊരു മോശം പേരിന് സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യമായി ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ദാമ്പത്യമായിരിക്കും ഈ മാസം ഉണ്ടാവുക. തീർത്ഥാടന യാത്രയും മറ്റുമൊക്കെ നിങ്ങൾ ആലോചിക്കാനുള്ളൊരു, അടുത്ത വരും മാസങ്ങളിൽ തീർത്ഥാടന യാത്ര ഒക്കെ ആലോചിച്ച് മുൻകൂട്ടി പണമൊക്കെ അടച്ച് നിങ്ങൾ ബുക്ക് ചെയ്യാനുള്ളൊരു സാധ്യത ഈ മാസം ഈ നക്ഷത്രക്കാർക്ക്, അതായത് പുണർദ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അടുത്ത നമുക്ക് പൂയ നക്ഷത്രത്തെ നോക്കാം. ആദിത്യൻ 12ലും ജന്മരാശിയിലും സഞ്ചരിക്കുന്നതിനാൽ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് അലച്ചിലുണ്ടാവും. ബാക്കി നിങ്ങൾക്ക് ജോലിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ശമ്പളവും കാര്യങ്ങളൊക്കെ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അധികമായി കിട്ടേണ്ട പണം നിങ്ങൾക്ക് കുറച്ച് കാലതാമസം എടുത്തേ കിട്ടാൻ സാധ്യതയുള്ളൂ. വീട് വെക്കാൻ നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസം അതിനൊരു തുടക്കം കുറിക്കത്തക്ക രീതിയിലുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രണയത്തിലൊക്കെ ഏർപ്പെട്ട് നിൽക്കുന്ന പൂയ നക്ഷത്രക്കാർക്ക് അത് വിവാഹത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു നല്ല വാർത്ത കേൾക്കാൻ ഈ മാസം സാധിക്കുന്നതാണ്. പല തർക്കങ്ങൾക്കൊക്കെ ഈ മാസം നിങ്ങൾ കാരണമാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പൂയ നക്ഷത്രക്കാരുടെ മാതാപിതാക്കളുടെ ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ആയില്യം. കർമ്മരംഗത്ത് വളരെ വെല്ലുവിളികൾ ഉണ്ടാവും. പല സമ്മർദ്ദങ്ങൾ നിങ്ങളെ അലട്ടും. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമായ രീതിയിൽ ഒരുപാട് സംസാരത്തിനൊന്നും പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകും. പല കാര്യങ്ങൾ നിങ്ങളെ അലട്ടും. അത് നിങ്ങളെ ദേഷ്യപ്പെടാതെ ശാന്തരായിരുന്ന് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നാണ് അർത്ഥം. ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മേലധികാരികളുടെ സഹായമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ബന്ധു മിത്രാദികളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സഹായമൊക്കെ കിട്ടുന്നതാണ്. ദാമ്പത്യം നല്ലതായിരിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും ഈ മാസം, അതായത് സാമ്പത്തികമായി നല്ല രീതിയിൽ കടന്നു പോകുന്നൊരു മാസമായിരിക്കും ഈ ഒരു മാസം. സ്വന്തം തൊഴിലിനെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച് അതിൽ നിന്നും മേലധികാരികളിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു അഭിമാനം, അതായത് നീ അത് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയാണ് ഈ മാസം കാണുന്നത്. ഈ 3 നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്. വിശദമായുള്ള
ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ അറിയണമെന്നതിന് ജനന തീയതി, ജനന സമയമൊക്കെ വെച്ച് നമ്മൾ വിശദമായി നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിച്ചത്. നമുക്ക് അടുത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോ കാണാം. നന്ദി.